ഹലോ ഫ്രണ്ട്സ്, ഇപ്പം നമ്മളെ വീട് പൊളിക്കണ ഒരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾ വന്നപ്പോഴത്തേക്കും വീട് രാവിലെ പൊളിച്ച് തുടങ്ങിയിട്ട് നമ്മൾ ഇന്നാണ് അങ്ങോട്ട് പോണത്. ചെന്നപ്പോഴത്തേക്ക് വീട് ഓടൊക്കെ ഇളക്കി. അപ്പം ഇതെല്ലാം ഇളക്കിയൊക്കെ മാറ്റിയിട്ടുണ്ട്. കുറേ ഓടുകൾ പൊട്ടി, പഴയ ഓടുകളല്ലേ, കുറച്ചൊക്കെ എടുത്ത് മാറ്റി വെച്ച്. പിന്നെ അതിൻ്റെ തടികളൊക്കെ നമുക്കൊരു ചെറിയ ഷെഡ് കെട്ടാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് വെച്ചാൽ ഈ വീട് പൂർത്തിയാകുന്നവരെ കിടക്കണ്ടേ, അതിനായിട്ട് ഷെഡ് കെട്ടാനായിട്ടുള്ള കുറച്ച് തടികളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇതാണ്. അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അടുത്ത പണിയെന്ന് പറയണത് കൊച്ചൊരു ഷെഡ് കെട്ടണത്. കൊച്ചല്ല, ഒത്തിരിയൊന്നും വലുത്. സാധനങ്ങളൊക്കെ ഒരുപാട് പറക്കി വയ്ക്കാനുണ്ട്, അതെല്ലാം കൂടെ അതിനകത്ത് പറക്കി വയ്ക്കണം. അപ്പോൾ അതിൻ്റെ പണികളാണ് നടക്കുന്നത്. അത് കിട്ടിയത് കുറച്ച് കമ്പം തടികളൊക്കെ കിട്ടിയുള്ളൂ. അതിൽ ഇത്രയും ചെതലെടുത്തായിരുന്നു. പണ്ടത്തെ വീടല്ലേ, തെങ്ങൊക്കെയാണ് കഴക്കൊലൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ അത്രയും ചെതലൊക്കെ എടുത്ത് കുറച്ച് തടി കിട്ടി. വീട് വയ്ക്കാനുള്ള കുറച്ച് തടികൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളെ ബന്ധുക്കൾ തന്നെ ഇതൊക്കെ, നമ്മളെ മാമന്മാരും ചിറ്റപ്പന്മാരും ഒക്കെയാണ് വീട് വയ്ക്കാനൊക്കെ സഹായിക്കുന്നത്. ചേട്ടനും പിന്നെ അനിയത്തിയുടെ ഭർത്താവും ഒക്കെ ഉണ്ട്. നമ്മളെല്ലാവരും കൂടെ ചേർന്നാണ് വീട് പണിയിൽ. കൊച്ചൊരു ഷെഡാണ്. അവർക്ക് ഇനിയിപ്പം വീട് വെച്ച് പാല് കാച്ചുന്നത് വരെ കയറണം. വീട് പണി എപ്പോഴും തീരുമെന്നൊന്നും അറിയാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് മഴയൊക്കെ ഇല്ലേ, അപ്പോൾ എപ്പോഴും തീരുമെന്നൊന്നും അറിയാൻ പറ്റില്ല. അതുവരെ കിടക്കണം ഇവിടെ. അങ്ങനെ വാടകയ്ക്കൊന്നും വീടെടുക്കാൻ അതിനുള്ള ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വേറെ വാടകയ്ക്കൊന്നും വീടെടുത്തില്ല. ഇതേപോലെ ഒരു കൊച്ചു വീട് മതി. അച്ഛനമ്മ മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ വിലപ്പെരിക്ക് നമ്മൾ ഇതേപോലെ ജോലിക്കൊക്കെ വരും. നമ്മൾ വൈകിട്ടങ്ങ് വരും. അവിടെ അങ്ങനെ തങ്ങാൻ നിൽക്കില്ല അങ്ങനെ. അപ്പോൾ ഇതാണ് വീടിൻ്റെ പണികളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. എൻ്റെ മുകളിൽ ടാർപ്പ കെട്ടണം. ടാർപ്പ വലിച്ച് ഇടണം. പഴയ വീട്ടിൽ ഇരിക്കുന്ന ടാർപ്പ തന്നെ അത് കുറേ ഭാഗത്തൊക്കെ വെച്ച് ഹോളുണ്ട്, പൊത്തിരിക്കും. വെയിൽ കൊണ്ട് മുളിഞ്ഞേ. എന്നാലും കുഴപ്പമില്ല, വേറെ ഒരു ടാർപ്പയും കൂടെ എൻ്റെ മുകളിൽ കൂടെ ഇടും. പുതിയതൊന്നും കൂടെ വാങ്ങിച്ചിടും. മഴ നനയാതെ കിടക്കണമല്ലോ. അപ്പം അതിൻ്റെ പണികളൊക്കെയാണ് നടക്കുന്നത്. അപ്പം നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിനകത്തിന് തല്ലണം. മണ്ണൊക്കെ ഒതുക്കി തല്ലി സിമൻ്റ് എന്തെങ്കിലും വെച്ച് തറ ഒന്ന് വൃത്തിയാക്കണം. ഇപ്പോൾ അവർക്ക് ചായ കൊടുക്കാൻ സമയം. അത് ചായയൊക്കെ കൊടുത്ത് ചായ കഴിക്കണം അമ്മ. നമുക്ക് കൊടുക്കാനുള്ള ചായയൊക്കെ കഴിച്ച് നമ്മൾ കടിയുണ്ടായിരുന്നു ചായയുടെ ഒപ്പം. ഉള്ളിവട, ഉഴുന്നുവട, പിന്നെ ബോണ്ട, ഇങ്ങനെ 3-4 ഐറ്റങ്ങൾ ചേർത്ത് കാണിച്ചുകൊണ്ട് വന്നു. ഇതെല്ലാം കൂടെയൊക്കെ അവർക്ക് ഒരു സന്തോഷം. നല്ല രസമുണ്ട് ഇങ്ങനെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ടുള്ള യാത്രയിൽ ഓരോ ചുവടുവെപ്പും. അപ്പോൾ ടാർപ്പയൊക്കെ വലിച്ച് കെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ഒന്ന് മറയ്ക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.